നമസ്കാരം. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വിജയിയായ നേതാവാണ് പിണറായി വിജയൻ എന്നാണ് വർത്തമാനകാല ചരിത്രം ആവർത്തിക്കുന്ന കമ്മിക്കൂട്ടങ്ങൾ അവകാശപ്പെടുന്നത്. ആർ ശങ്കർ മുതൽ ധാരാളം മഹാന്മാരായ മുഖ്യമന്ത്രിമാർ ഈ നാട്ടിലുണ്ടായിട്ടും ആർക്കും രണ്ടു ടേം തുടർച്ചയായി ഭരണമുറപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പിണറായിയാണ് ഏറ്റവും മഹാനായ നേതാവ്. പിണറായിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇലക്ഷൻ സ്ട്രാറ്റജിയാണ് CPM-ന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ ഇത് വാസ്തവമല്ല. വെറുതെ കമ്മിക്കൂട്ടങ്ങൾ പടച്ചുവിട്ട ഒരു വ്യാജ കഥയാണ്. സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് നുണകൾ സത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ എങ്ങനെയാണ് CPM കമ്മിക്കൂട്ടങ്ങൾക്ക് കഴിയുന്നത് എന്നതിന് തെളിവാണ് പിണറായി എന്ന വിജയിയെക്കുറിച്ചുള്ള കള്ളക്കഥകൾ. വാസ്തവത്തിൽ പിണറായി വിജയനല്ല, പരാജിതനാണ്. 2016 പിണറായി വിജയൻ അധികാരത്തിലെത്തുന്നത്. ആ അധികാര കസേരയിലേക്ക് പിണറായി നടന്നു നീങ്ങിയത് കുതന്ത്രങ്ങൾ രചിച്ചുകൊണ്ടായിരുന്നു. 1998 നായനാർ മന്ത്രിസഭയിലെ മന്ത്രിപ്പണി രാജിവെച്ചാണ് പിണറായി ആ യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നത്. 98 മുതൽ 2016 വരെ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ പിണറായി പാർട്ടിയെ വെട്ടിയൊതുക്കി കയ്യിലാക്കി. VS അടക്കമുള്ള വലിയ നേതാക്കളെയും എതിർ ശബ്ദങ്ങളെയും അടിച്ചമർത്തി. 2009 മണ്ഡല പുനർവിഭജനം എന്ന കുറുക്കുവഴിയിലൂടെ പിണറായിക്ക് ഉറപ്പായും അധികാരത്തിൽ എത്താൻ കഴിയുന്ന സംവിധാനം ഒരുക്കി വെച്ചു. 2006 അധികാരത്തിലെത്തി ജനപിന്തുണ നേടിയ VS അച്യുതാനന്ദന്റെ മന്ത്രിസഭയ്ക്ക് 2011 തുടർ ഭരണ സാധ്യത ഉണ്ടായിരുന്നിട്ടും അത് വേണ്ടെന്ന് വെച്ച് VS-നെ ഒതുക്കി വിജയം നഷ്ടപ്പെടുത്തി തന്റെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള യാത്ര സുഗമമാക്കി. 2011 ഒരിക്കൽ കൂടി ഇടതുമുന്നണി അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ പിണറായിക്ക് 2016 മുഖ്യമന്ത്രിയാവാൻ കഴിയുമായിരുന്നില്ല. 2016 മുഖ്യമന്ത്രി കസേരയിലേക്ക് എടുത്ത് കാലുവയ്ക്കാൻ കാത്തിരുന്ന പിണറായിക്ക് തന്റെ മുഖം കണ്ടാൽ ജനങ്ങൾ വോട്ട് ചെയ്യുമോ എന്ന് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് VS അച്യുതാനന്ദനെ മുമ്പിൽ നിർത്തിയാണ് വോട്ട് പിടിച്ചത്. പിണറായിയുടെ ധർമ്മടം മണ്ഡലത്തിൽ പോലും ജനങ്ങൾ വോട്ട് ചെയ്യാൻ മുമ്പിൽ നിർത്തിയത് VS-നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം തീർത്തു പറയാം, 2016 പിണറായിയുടെ വിജയാരോഹണം VS അച്യുതാനന്ദന്റെ ചെലവിലായിരുന്നു, പിണറായിയുടെ ചെലവിലായിരുന്നില്ല. 2016 പിണറായി അല്ല ഭരണം പിടിച്ചത്, നേരെ മറിച്ച് പിണറായിയുടെ കുതന്ത്രങ്ങളും VS-ന്റെ മുഖവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിജയം പിണറായിയുടെ തലയിൽ കെട്ടിവയ്ക്കുന്നത് മൗഢ്യമാണ്. അന്ന് നടന്ന അഭിപ്രായ സർവേകളിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിണറായിക്കുണ്ടായിരുന്ന ജനപ്രീതി വെറും 2% എന്നോർക്കണം. പിണറായിയുടെ നേതൃത്വത്തിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. 20-ൽ 19 സീറ്റിലും തോറ്റ് CPM-ന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അന്ന് LDF-നെ കാത്തിരുന്നത്. പിന്നെ നടന്ന 2 തെരഞ്ഞെടുപ്പുകൾ 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. ഈ 2 തെരഞ്ഞെടുപ്പുകളിലും പിണറായിയുടെ നേതൃത്വത്തിൽ വിജയം കൈവന്നതാണ് ഇവർ പറയുന്ന നുണയുടെ ആധാരം. എന്നാൽ അതെങ്ങനെ പിണറായിയുടെ അക്കൗണ്ടിൽ ചേർക്കാൻ കഴിയും? ലോകം മുഴുവൻ കോവിഡിനെ തുടർന്ന് വിറങ്ങലിച്ചിരുന്ന കാലത്തായിരുന്നു 2 തെരഞ്ഞെടുപ്പ് നടന്നത്. ജനങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പേടിയുണ്ടായിരുന്ന കാലം. ആ കാലത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പോലും തിരിമറികൾ നടന്നു. ഒരു ഭരണമാറ്റത്തിനുള്ള സാഹചര്യമേ അന്നുണ്ടായിരുന്നില്ല. ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയായിരുന്നു. കോവിഡ് കാലത്ത് എവിടെയെല്ലാം തെരഞ്ഞെടുപ്പ് നടന്നു അവിടെയൊക്കെ ആരാണോ ഭരിച്ചിരുന്നത് അവർ തന്നെ അധികാരത്തിലെത്തി. ഭരണ തുടർച്ചയില്ലെങ്കിൽ കോവിഡിനെ നേരിടുന്നതിൽ എന്തോ വീഴ്ച പറ്റും എന്ന് ജനങ്ങൾ ഭയന്നു. ഉദ്യോഗസ്ഥ അധികാര സംവിധാനം അതേപടി തുടരാൻ ജനങ്ങൾ ആഗ്രഹിച്ചു. വീട്ടിലിരിക്കുന്ന ജനങ്ങളുടെ മുമ്പിലുള്ള ഏക ശബ്ദം അന്നത്തെ മുഖ്യമന്ത്രിയായ ക്യാപ്റ്റന്റേതായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നാടൊരു മഹാദുരന്തത്തിൽ എത്തിയത് കൊണ്ട് മാത്രമാണ് 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി നയിച്ചിട്ടും ജയിക്കുന്നത്. പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുക. 2022 നടന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പ് തൃക്കാക്കരയിൽ PT തോമസിന്റെ മരണത്തെ തുടർന്നായിരുന്നു. മഹാനായ PT തോമസ് 12,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെങ്കിൽ തോമസിന്റെ ഭാര്യ ഉമ മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം ഇരട്ടി കടന്ന് 25,000 പിണറായി മുമ്പിൽ നിന്ന് നയിച്ച ദുരന്തമില്ലാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പായിരുന്നു തൃക്കാക്കരയിലേത്. മണ്ഡലത്തിൽ പോയി ക്യാമ്പ് ചെയ്ത് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടെങ്കിലും ജനങ്ങൾ കൂവിയോടിച്ചു. 2021 കേവലം 9,000-ഓളം വോട്ടുകൾക്ക് ജയിച്ച മഹാനായ ഉമ്മൻചാണ്ടി അന്തരിച്ചപ്പോൾ 2023 നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ 38,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ ജയിക്കുന്നു. പിണറായിയെ എത്രമാത്രം ജനങ്ങൾ വെറുക്കുന്നു എന്നതിന് തെളിവായിരുന്നു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്. അന്നും മുൻപിൽ നിന്ന് നയിച്ചത് പിണറായി ആയിരുന്നു എന്ന് മറക്കരുത്.
2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പായിരുന്നു പിന്നീട് നടന്നത്. മോദിക്കെതിരെ യുദ്ധം ചെയ്യാൻ താൻ തന്നെ രാജാവേ എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയെങ്കിലും UDF-ന് കിട്ടിയത് 26.5 ലക്ഷം അധിക വോട്ടാണ്. ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അതും ഇടതുമുന്നണിയിലെ ഏറ്റവും ജനകീയനായ രാധാകൃഷ്ണനെ ഇറക്കി മത്സരിപ്പിച്ചതുകൊണ്ട് മാത്രം. പിന്നീട് നടന്നത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളുമാണ്. പിണറായി നേതൃത്വം കൊടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ 60,000-ലധികം കൂടുതൽ വോട്ടിന് ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ഗാന്ധി ജയിക്കുന്നത്. പാലക്കാട് 5000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രം ജയിച്ച ഷാഫി പറമ്പിൽ രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്നും ഇറക്കുമതി ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് 19,000 വോട്ടുകൾക്ക്. 39,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച ചേലക്കരയിൽ CPM-ന്റെ വിജയം കേവലം 12,000 വോട്ടുകളിൽ ഒതുങ്ങി. ഏതാണ്ട് 20,000-ലധികം വോട്ടുകളുടെ കുറവ്. പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നടന്നു നിലമ്പൂരിൽ. ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ UDF-ന്റെ വിജയം തടയാൻ അൻവർ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നു. എന്നിട്ടും UDF ജയിച്ചത് 12,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ. അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് അടപടലം ഇടതുമുന്നണി വീഴുന്ന കാഴ്ച. മഹാഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും UDF നേടി. കോർപ്പറേഷനുകളിൽ ഒരിടത്ത് മാത്രം LDF അവശേഷിച്ചു. ജില്ലാ പഞ്ചായത്തുകൾ പകുതിയോളം നേടി. എല്ലാ അർത്ഥത്തിലും ഇടതുമുന്നണിയുടെ വൻ വീഴ്ചയായിരുന്നു നമ്മൾ കണ്ടത്. ചുരുക്കി പറഞ്ഞാൽ മഹാദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 2020-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം കൊയ്തൊഴിച്ചാൽ പിണറായി നേതൃത്വം കൊടുത്ത സകല തെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണി അടപടലം പൊട്ടി വീഴുകയായിരുന്നു. എന്നിട്ടും പിണറായി രക്ഷകനാണ്, ക്യാപ്റ്റനാണ്, പിണറായിയുടെ ധീര നേതൃത്വത്തിൽ ജയിക്കുന്നു എന്ന് പറയുന്നത് വിവരക്കേടാണ്. പിണറായിയെ കണ്ടാൽ ജനങ്ങൾ മുഖം തിരിക്കുന്ന കാലമാണ് ഇപ്പോഴത്തേത്. തുടർച്ചയായി അനുഭവിച്ചുകൊണ്ടിരുന്ന പരാജയം അതിന്റെ മൂർധന്യത്തിലേക്ക് നീങ്ങുന്നു. ജനം കാത്തിരിക്കുകയാണ്. ഈ നാടിനെ കുട്ടിച്ചോറാക്കിയ ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും സ്വജനപക്ഷപാതത്തിന്റെയും അഴിമതിയുടെയും മുഖപടം വലിച്ചു കീറാൻ. സംശയം വേണ്ട, ഇനി അതിന് അധിക കാലമില്ല.